ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഇത് ഓർഗാനിക് ബയോബിലിറ്റി മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. ആദ്യം ഞാനിത് ഫിറ്റ് ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മുടെ ഫുഡ് വേസ്റ്റുകളൊക്കെ ഇതിൻ്റെ അകത്ത് ഇടുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു. ഇത് ഞാൻ മൂന്നാമത് ഈ ബിന്ന് 2 ബിന്ന് ഇപ്പം എൻ്റെ നിറഞ്ഞു. അത് നിറഞ്ഞൊന്ന് നോക്കാം നമുക്ക്. പിന്നെ എങ്ങനെയുണ്ടെന്നുള്ളത് അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതിൻ്റെ പലരും ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് റാന്നി പഴങ്ങാടി പഞ്ചായത്ത് 3-ാം വാർഡ് ജോയ്സ് മെമ്പർ അനുവദിച്ചു തന്ന ബയോ ബിന്നാണിത്. പിന്നെ ജോയ്സിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം ഇത് വേസ്റ്റുകളൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കുഴിയൊക്കെ കുഴിച്ച് എല്ലാ ദിവസവും ഒക്കെ മറവ് ചെയ്യണമെന്ന് ഇപ്പം അതൊന്നും വേണ്ട. എല്ലാം ഇതിൻ്റെ അകത്ത് നിക്ഷേപിച്ചാൽ മതി. അങ്ങനെ ഒരു ജോലി കുറവുണ്ട്. വേസ്റ്റുകളെല്ലാം കുഴി കുത്തി അതിൻ്റെ അകത്ത് ഇടാനും ഒന്നും ഇപ്പം പോകേണ്ട കാര്യമില്ല. എല്ലാം ഇതിൻ്റെ അകത്താണ് ഇടുന്നത്. ഇപ്പം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇത് എങ്ങനെയുണ്ട് എന്ന്. ഈ ബിന്നിന്റെ അകത്ത് ഇപ്പം നിറച്ചേക്കുന്നത് ഇന്ന് രാവിലെ വരെ ഞാൻ ഇട്ട വേസ്റ്റാണ്. ഇതിന്റെ അകത്തെങ്ങും ഒരു പുഴുവോ അഴുക്കോ പിന്നെ ഈച്ചയോ യാതൊന്നും ഇല്ല. നല്ല നീറ്റായിട്ട് കിടക്കുകയാണ്. ഇത് ഇപ്പം നിറഞ്ഞാണ്. ഇതിന് ഞാനിപ്പോ മാറ്റാൻ പോവാണ്. ഏറ്റവും അടിയിലത്തെ ബിന്നാണ് ആദ്യം നിറഞ്ഞതാണ്. ഏറ്റവും അടിയിലത്തെ ബിന്ന് അത് നമുക്ക് നോക്കാം. അതിൽ ഇത്രയും ദിവസമായല്ലോ, അതിന് എങ്ങനെയാണ് അതിന്റെ അകത്തെ പൊടിയിരിക്കുക, അതിന്റെ അകത്തെ വേസ്റ്റ് ഒക്കെ എങ്ങനെയായി എന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും അടിയിൽ നേരത്തെ നിറഞ്ഞ പാത്രമാണ് ഇരിക്കുന്നത്. നമുക്ക് നോക്കാം ഇത് എന്തുമാത്രം ഇത് പിന്നെ നല്ല പൊടിയായിട്ട് ആയിട്ടുണ്ട്. വളമായിട്ട് ഇത് എത്ര ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നല്ല പൊടി പോലെ ആയിട്ടുണ്ട്. നമ്മൾ കമ്പ് കൊണ്ട് കുത്തിയ കുറച്ചൊക്കെ കട്ടി പോലൊക്കെ കിടപ്പുണ്ട്. എങ്കിലും കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല പൊടിയാവും. ഇത് കണ്ടോ, നല്ല പൊടി പോലെ ആയിട്ടുണ്ട്. ഇതിനകത്തൊന്നും ഒരു പുഴുവായിട്ട് ഈച്ചയായിട്ട് ഒന്നുമില്ല. കണ്ടോ, നല്ല പൊടിയായി. ഇത് ചിലത് മാത്രമേ ഉള്ളൂ ഇനി കുറച്ചുകൂടെ ഒന്ന് പൊടിയാനായിട്ട്. ബാക്കിയെല്ലാം നല്ല പൊടിയ പോലെ ആയിട്ടിരിക്കുകയാണ്. ഇത് കണ്ട് ഇനി കുറച്ചുകൂടെ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ല പൊടി പോലെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3 ബില്ല് പിന്നെയും പിടിപ്പിച്ചു. ഇനി ഏറ്റവും ലാസ്റ്റ് ബില്ലിലേക്കാണ് ഇനി ഞാൻ ഫുഡ് വേസ്റ്റ് ഇടാനായിട്ട് പോകുന്നത്. അങ്ങനെ ഈ 2 ബിന്നും പിന്നെ ഫുഡ് വേസ്റ്റും കൊണ്ട് നിറഞ്ഞു. ഏറ്റവും അടിയിലത്തെ ബിന്നിന്റെ അകത്ത് മുക്കാലും എല്ലാം നല്ല പൊടിഞ്ഞ് നല്ല പിന്നെ വളമായിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് അത് നല്ല പരുവത്തിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അത് എടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും നമുക്ക് ഇടയ്ക്ക് നോക്കി അത് പരുവത്തിലാവുന്നുണ്ട് അത് മാറ്റാമെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഒക്കെ അതായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഫുഡ് വേസ്റ്റ് ഇങ്ങനെ പിന്നെ എല്ലാത്തിൻ്റെ അകത്തും നിറയ്ക്കുക. പിന്നെ വെള്ളമൊന്നും വീഴാതെ ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പുഴു വരുവോ ഈച്ച വരുവോ ഒന്നും ചെയ്തില്ല. പിന്നെ നല്ലതായിട്ട് തന്നെ നമുക്കിത് പിന്നെ നമുക്ക് ചെടികൾക്കും പിന്നെ പച്ചക്കറിക്കും എല്ലാം വളമായിട്ട് എടുക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.